കുറച്ച് ചുള്ളിക്കമ്പും ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ ഒരു കിണ്ണം കാച്ചി ക്രാഫ്റ്റ് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ തേഞ്ഞൊട്ടിയ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പേപ്പർ കട്ടറിൻ്റെ ബ്ലേഡ് ഒടിഞ്ഞു പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങോട്ട് മുറിച്ചെടുത്തു. ഇനി ഈ ചുള്ളിക്കമ്പുകളൊക്കെ ഈ കുപ്പിയുടെ സൈസിലങ്ങ് മുറിച്ചെടുക്കുക. എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുന്നതാണല്ലോ ഈ ചുള്ളിക്കമ്പ്. ഇനി ഗൾഫിലിരുന്ന് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്ര ഇൻ്റർനാഷണൽ ലെവലിലൊന്നും എൻ്റെ ഈ വീഡിയോ എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചുള്ളിക്കമ്പ് തന്നെ വേണമെന്നൊന്നും ഇല്ല, ഏതെങ്കിലും കമ്പെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ, എന്നാൽ കേട്ടോളൂ. ഇതിൻ്റെ പേരാണ് പാരച്യൂട്ട്. ഇത് എന്നാ ചൂട്ട് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ സാധനത്തിൽ കയറിയിട്ടില്ല. എന്താണെന്നറിയില്ല, ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഈ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദല്ലേ കൂടുന്നത്, പക്ഷേ എനിക്ക് ഉയരം കൂടുന്തോറും കാലിൻ്റെ പെരുപ്പം തരിപ്പുമാണ് കൂടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ചുള്ളിക്കമ്പുകളൊക്കെ ഓരോന്ന് ഒട്ടിച്ചിട്ട് ഒരു വലിയ 2 ചുള്ളിക്കമ്പ് എടുത്തിട്ട് അകത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടാത്ത പേപ്പർ എടുത്തിട്ട് അതിനെ ചുരുട്ടി കൂട്ടിയിട്ട് ഇതേപോലെ സ്ട്രിംഗ് ലൈറ്റ് അതിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ 2 അറ്റം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണി തീർന്നു. ഇനി ആകെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് പഞ്ഞി ഒട്ടിക്കൽ. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും കാണാൻ മറക്കരുത്, ബിക്കോസ് ലാസ്റ്റിലാണ് ആ മാജിക് ഇരിക്കുന്നത്. ഇനി പഞ്ഞി ഒട്ടിച്ചിട്ട് ഒരു ക്ലൗഡിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. ഇതാണ് ആ മാജിക്. കൊള്ളാമോ?